ഫാസ്റ്റിംഗ് ഈസ് യൂസ്ലെസ് ഇഫ് വി ഡു നോട്ട് ഫാസ്റ്റ് ഫ്രം സിൻ എന്നാണ്. നമ്മൾ പാപമൊഴിയാതെ ഫാസ്റ്റിംഗ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫാസ്റ്റിംഗ് വെറുതെയാ. തിരുമേനി വിചാരിക്കുന്ന പോലെയല്ല, ഞങ്ങൾ അമ്മമാർ ഭയങ്കര ഫാസ്റ്റിംഗാരാ. എന്നിട്ട് ഉച്ചയാകുമ്പോൾ നമ്മളിങ്ങനെ ഒരു 11:30 ആകുമ്പോൾ തൊട്ട് ഞങ്ങളിങ്ങനെ കറങ്ങി നടക്കും. ആ 11:35 ഇച്ചിരൂടെ പോട്ടെ, 11:40 ആകുമ്പോൾ നമ്മൾ ചിന്തിക്കും ഒന്ന് കുമ്പിട്ടേച്ച് വല്ലതും കഴിക്കാം. 12 എന്നൊരു സമയം ഉണ്ടെങ്കിൽ എല്ലാവരെയും ചോറ് കൊടുക്കാൻ വിളിക്കും. നമ്മൾ ആദ്യം 2 ഇഡ്ഡലി കഴിക്കും. ഏതാ പറ. ആ രാവിലത്തേത് കണ്ട. അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞല്ലേ, രാവിലത്തെ ഇഡ്ഡലി ഞങ്ങൾ വെച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ ഞങ്ങൾ ഫാസ്റ്റിംഗ് ഒക്കെയാണ്. ഇതുപോലെയാ പലപ്പോഴും സിൻ ആൻഡ് ഫാസ്റ്റിംഗ്. നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഈ സിന്നിനെ ഇഡ്ഡലി കാസ്ട്രോളിൽ വെച്ചിരിക്കുന്നത് പോലെ നമ്മൾ എവിടെ വെച്ചിട്ടുണ്ട്? വി ആർ നോട്ട് റെഡി ടു ലീവ് ദാറ്റ്, അല്ലെ? ചിലതൊന്നും വിട്ടുകളയാൻ, ചിലതൊന്നും മറക്കാൻ. ഇതിനാണ് നമ്മുടെ പിതാക്കന്മാർ നോമ്പ് തുടങ്ങുമ്പോൾ തന്നെ ശുഭക്കോനോ വെക്കുന്നത്. ലെൻഡ് ഇസ് എ ടൈം ഓഫ് റീകൺസിലിയേഷൻ എന്ന് പറയും. ആരുമായിട്ടാണ്? റീകൺസൈൽ വിത്ത് ഗോഡ് ആൻഡ് വിത്ത് അതേഴ്സ്. നമ്മളോട് തന്നെയും ദൈവത്തോടും നമ്മുടെ ചുറ്റുമുള്ളവനോടും എല്ലാം നിരപ്പായിക്കൊണ്ടാണ് ഒരാൾ നോമ്പിലേക്ക്, ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത്. അവിടെയാണ് ഈ ടേൺ ടു ഗോഡ് ആരംഭിക്കുന്നത്. അവിടെ യു ടേൺ എടുക്കാനാണ് നോമ്പ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എന്നിട്ട് എന്തിനു വേണ്ടിയാണ്? അടുത്ത സ്റ്റേജ് ആണ് റിപ്പൻറ്റൻസ്. ദ ഫസ്റ്റ് വൺ റീകൺസിലിയേഷൻ, ദ സെക്കൻഡ് വൺ റിട്ടേൺ. അവിടുന്ന് എങ്ങോട്ട് പോകും? റിപ്പൻറ്റൻസിലേക്ക് നമ്മൾ പോകണം, അനുതാപത്തിലേക്ക് പോകും. അനുതാപത്തിൽ നിന്ന് നമ്മൾ റിന്യൂവലിലേക്ക് പോകും. ഒരു പുതുക്കം. എവിടെ? എൻ്റെ ഹാർട്ടിലും എൻ്റെ ആത്മാവിലും എൻ്റെ മനസ്സിലും എല്ലാം ഒരു റിന്യൂവൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് റിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്. എന്തെല്ലാം പറഞ്ഞിട്ടും നമ്മൾ മറുപടി പറയാതിരിക്കുമ്പോൾ അച്ചായൻ മക്കളോട് ചോദിക്കും, എന്നാ പറ്റിയടാ നിന്റെ മമ്മിക്ക്? ഒന്നും അവളെ അങ്ങോട്ട് ഏശുന്നില്ലല്ലോ. അതിൻ്റെ പേരാണ് റിഫ്ലക്ഷൻ. ഞാൻ വിട്ടുതരുന്നു എന്ന് വിചാരിച്ചു വെറുതെ നിങ്ങൾ എന്നോട്, ദാറ്റ് ഈസ് നോട്ട് റിഫ്ലക്ഷൻ. വിട്ട് കൊടുക്കുന്നതിന്റെ പേരാണ്. അവിടെ ഞാനൊരു നോമ്പുകാരിയായി, ഒരു റിപ്പൻറ്റൻസ് ഉള്ള നോമ്പുകാരിയായി, ഞാനൊരു മോഡൽ അമ്മയായി, ഞാനൊരു മോഡൽ ഭക്തയായി, ഞാനൊരു മോഡൽ വിശ്വാസിയായി കുടുംബത്തിൽ മറ്റുള്ളവരുടെ അടുത്ത് റിഫ്ലക്റ്റ് ചെയ്യാണ്. വീണ്ടും റിസ്റ്റോറേഷൻ സംഭവിക്കുകയാണ്. റിസ്റ്റോറേഷൻ. ഗോഡ് റിസ്റ്റോർ us ഫ്രം അവർ ബ്രോക്കൺ ലൈഫ്. നമ്മുടെ ബ്രോക്കൺ ലൈഫിൽ നിന്നൊക്കെ ഒരു പുതുക്കം, ഒരു രൂപാന്തരം, ഒരു മാനസാന്തരം അവിടെ ഉണ്ടാകുകയാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ ടെംപ്റ്റേഷനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്ത് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകാൻ നമുക്ക് സാധിക്കുന്നുള്ളൂ. അവിടെ ഒരു റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? ഈ നോമ്പ് കഴിയുമ്പോഴത്തേക്ക് കൊച്ചിലെ പാമ്പും കോണിയും കളിച്ചിട്ടുണ്ടോ? സ്നേക്ക് ആൻഡ് ലാഡർ കളിച്ചിട്ടുണ്ടോ? എങ്ങനെയെങ്കിലും നമ്മൾ കുലുക്കിയിട്ടു 99 വരും. 99 വന്നു കഴിയുമ്പോൾ അവിടെ ഒരു പാമ്പ് ഇങ്ങനെ വായും തുറന്ന് 25 ദിവസം നോമ്പ് നോക്കി, 25-ാം തീയതി വൈകുന്നേരം കറിക്കൊരിച്ചിരി ഉപ്പ് കൂടിപ്പോയി എന്ന് വല്ലാതെ ഞാൻ ഇത്രയും ദിവസം ചെയ്തു തന്നതിനൊന്നും ഇവിടെ പറ. നിങ്ങൾ ഇങ്ങോട്ട് പറ. കണക്കില്ല. ഒറ്റ ദിവസം നിങ്ങൾക്കിനി ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, അല്ലേ? ഒറ്റ ദിവസം കൊണ്ട് ഈ റെസിസ്റ്റൻസ് അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണ്. പോയി ഇത്രയും ദിവസത്തെ നോമ്പ് എവിടെ വരച്ച വര പോലെയായി? എവിടെ പോലെയായി? ഇത് കാണുമ്പോഴാണ് നമ്മുടെ മക്കൾ ചോദിക്കുന്നത്, എൻ്റെ മമ്മി എന്തിനാ ഇങ്ങനെ? കണ്ടോ, മമ്മി എന്തിനാ ഇങ്ങനെ നോമ്പ് നോക്കുന്നത്? ദെൻ റീഫോർമേഷൻ ഉണ്ടാകണം. റീഫോം അവർ ഹാബിറ്റ്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. അടുത്ത സ്റ്റേജ് ആണ് റീഫോർമേഷൻ. റീഫോർമേഷനിലാണ് മാത്രമാണ് റീജോയ്സ് ഇൻ ക്രൈസ്റ്റ്. കർത്താവിന്റെ ഉയർപ്പ് പെരുന്നാളിൽ അച്ഛൻ പള്ളിയിൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് പറയും, ക്രൈസ്റ്റ് ഈസ് റൈസൺ എന്ന് പറയുമ്പോൾ ഇൻഡീഡ് എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ റീജോയ്സ് ചെയ്യാൻ തക്കവണ്ണം ഹൃദയത്തിൽ ക്രിസ്തു ഉദിച്ചുയരണം. കർത്താവിന്റെ റിസറക്ഷനോടൊപ്പം തന്നെ ഞാനുമായിരിക്കുന്ന അവസ്ഥയിൽ നിന്നൊരു റിസറക്ഷനിലേക്ക് എനിക്ക് മൂവ് ചെയ്യാൻ സാധിക്കുമ്പോൾ മാത്രമാണ് അമ്മയായ എൻ്റെ നോമ്പ് ദൈവസന്നിധിയിൽ പൂർണ്ണമാകുന്നത്. കാരണം എല്ലാവരും നോക്കുന്ന നോമ്പ് പോലല്ല ഒരമ്മ നോക്കുന്ന നോമ്പ്. കാരണം ചിലരെ കുറിച്ചൊക്കെ നമുക്ക് പറയും,
അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കരമായിട്ടും കള്ളുകൂടി ചാടി നടക്കുന്ന ഒരാളുണ്ട്. അയാളെ നോക്കി എല്ലാവരും പറയും അവന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, കാരണം കരയാൻ ദൈവം തലമുറയോട് ചോദിച്ചോളൂടാന്ന് പറയാൻ ആരില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമുക്ക് വേണ്ടത് അതിസാമർഥ്യം വേണം. ദുഷ്ടന്റെ പിശാചിന്റെ തന്ത്രത്തോട് എതിർത്ത് നിൽക്കുവാൻ തക്കവണ്ണം സർവായുധ വർഗം ധരിച്ചവന് മാത്രമാണ് ഈ യുദ്ധക്കളത്തിൽ പോരാടാൻ സാധിക്കത്തുള്ളൂ. ലെന്റ് ഈസ് എ ജേർണി. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ലെന്റ്. നമ്മളെ സംബന്ധിച്ച് ലെന്റ് ഈസ് എ ജേർണി ഓഫ് റിപ്പൻറ്റൻസ്, പ്യൂരിഫിക്കേഷൻ ആൻഡ് റിട്ടേണിംഗ് ടു ഗോഡ്. ലെന്റ് ഈസ് എ ജേർണി ഓഫ് റിപ്പൻറ്റൻസ് ആൻഡ് പ്യൂരിഫിക്കേഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ജോൺ ബനിയൻ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരന്റെ പിൽഗ്രിം പ്രോഗ്രസ് എന്ന് പറയുന്ന കഥ. അതൊരു അലിഗോറിക്കൽ സ്റ്റോറിയാണ്. ഒരു ബിബ്ലിക്കൽ തീമുള്ള ഒരു അലങ്കാരികമായ, അലിഗോറിക്കൽ മീൻ അലങ്കാരികമായ ഒരു സ്റ്റോറിയാണ്. അദ്ദേഹം അവിടെ ഒരു മനുഷ്യൻ, ക്രിസ്ത്യൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ബൈബിൾ വായിക്കുകയാണ്. ബൈബിൾ വായിച്ചു കഴിയുമ്പോൾ അയ്യോ, ഞാൻ പാപത്തിന്റെ കുഴിയിലാണല്ലോ കിടക്കുന്നത് എന്ന് അയാൾ മനസ്സിലാക്കുകയാണ്. അയാൾക്ക് മനസ്സിലാവാണ് ഐ ആം ലിവിങ് ഇൻ ദ ലാൻഡ് ഓഫ് ഡിസ്ട്രക്ഷൻ. അപ്പൊ അയാൾ തീരുമാനിക്കുകയാണ് എനിക്കൊരു മോചനം വേണം. ആ ബൈബിൾ വായിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലാകുകയാണ് എനിക്കൊരു മോചനം ഉണ്ടാകണം, കാരണം എനിക്ക് കൂടിക്കൂടി വരികയാണ്. പാപത്തിന്റെ ഭാണ്ഡം എന്റെ പുറത്ത് ഭാരം കൊണ്ട് കൂടിക്കൂടി വരികയാണ്. അപ്പൊ ഇയാൾ അന്വേഷിക്കുകയാണ്. ബൈബിളിൽ കൂടി കടന്നുപോയപ്പോൾ അയാൾക്ക് മനസ്സിലായി കുരിശിന്റെ സന്നിധിയിൽ മാത്രമേ ഒരു രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കി. അവൻ ഒരു ഇവാഞ്ചലിസ്റ്റിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. വിക്കറ്റ് ഗേറ്റിൽ കൂടെ നീ സഞ്ചരിക്കാൻ വേണ്ടി ഇവാഞ്ചലിസ്റ്റ് അവനോട് പറയാണ് അവനുള്ളതും അവന്റെ സർവവും അവന്റെ കുടുംബത്തെയും എല്ലാം വിട്ട് സെലസ്റ്റിയൽ സിറ്റിയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുക. സെലസ്റ്റിയൽ സിറ്റി എന്ന് പറയുന്നത് സ്വർഗത്തിലാക്കാണ്ടോ, സ്വർഗത്തിലേക്ക് നോക്കി നടക്കുകയാണ്. നമുക്ക് ഇപ്പൊ പല അമ്മമാരും ചിന്തിച്ചാണ് എന്റെ കൊച്ചമ്മ ഞങ്ങൾക്ക് അങ്ങനെയും പറ്റത്തില്ല, കാരണം അപ്പോഴും ഇപ്പൊ ഉച്ചയ്ക്ക് വിളിച്ചു ചോദിക്കും നീ ഫ്രിഡ്ജിൽ എവിടാന്നാ കറിയെന്നാ പറഞ്ഞ ചൂടാക്കാൻ, അല്ലെ? നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും അമ്മയ്ക്ക് അങ്ങനെ പെട്ടെന്ന് ഇട്ടേച്ച് നമ്മൾ ഫുൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടാ വന്ന ഫ്രിഡ്ജിന്റെ സൈഡിലിരിക്കുന്ന സ്റ്റീൽ പാത്രത്തിലിരിക്കുന്നത് എടുക്കരുത്. വൈകിട്ട് ചെല്ലുമ്പോൾ ഏതായിരിക്കും ആദ്യം എടുത്തേക്കുന്നത്? പക്ഷെ ഇയാൾ അങ്ങനെയല്ല. ഇയാളെല്ലാം ഇട്ടെറിഞ്ഞ് സെലസ്റ്റിയൽ സിറ്റിയിലേക്ക് ഇങ്ങനെ നടന്നു പോയപ്പോൾ വഴിയിൽ വെച്ച് അയാൾക്ക് 2 കൂട്ടുകാരെ കിട്ടി. ഒന്ന് ഹോപ്പും ഒന്ന് ഫെയ്ത്ത്ഫുള്ളുമാണ്. ഒന്ന് ഹോപ്പ്ഫുള്ളും ഒന്ന് ഫെയ്ത്ത്ഫുള്ളും. പക്ഷെ പോകുന്ന വഴിയിൽ ഒരു വലിയ ചെളിക്കുണ്ട് അയാൾ കാണുന്നുണ്ട്. അത് അയാളുടെ നിരാശയും അയാളുടെ സങ്കടങ്ങളും ഒക്കെയാണ് ആ ചെളിക്കുണ്ട്. അയാൾ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുകയാണ്. അപ്പൊ അയാൾ കാണുകയാണ് വളരെ വാനിറ്റി ഫെയേഴ്സ് കാണുകയാണ്. അവിടെ വെച്ച് ഫെയ്ത്ത്ഫുൾ എന്ന കൂട്ടുകാരൻ അതിൽ വീണും മരിച്ചു പോവുകയാണ്. ലോകത്തിന്റെ വാനിറ്റികളെ കണ്ട് വഴിയിൽ വെച്ച് ഫെയ്ത്ത്ഫുൾ, വിശ്വസ്തൻ എന്ന കൂട്ടുകാരൻ അവിടെ മരിച്ചു പോവുകയാണ്. അയാൾ പിന്നെയും നടക്കുകയാണ്. വഴിയിൽ ഹിൽ ഓഫ് ഡിഫിക്കൽറ്റി അയാൾ കണ്ടു. ജീവിതത്തിന്റെ കഷ്ടങ്ങളും ജീവിതത്തിന്റെ ദുരിതങ്ങളും ഒക്കെ അയാൾ കണ്ടു. ഇതിനെല്ലാം അതിജീവിച്ച് അയാൾ ഒരു കുരിശിന്റെ അടുത്തെത്തിയപ്പോഴത്തേക്ക് അയാളുടെ തോളിൽ നിന്ന് ആ ഭാണ്ഡം താഴേക്ക് വീണു. അയാൾ മനസ്സിലാക്കുകയാണ് കുരിശിന്റെ സന്നിധിയിലാണ് ദൈവമേ എന്റെ ഭാണ്ഡങ്ങളെല്ലാം ഞാൻ ഇറക്കി വെക്കേണ്ടത്. പ്രിയപ്പെട്ട അമ്മമാരെ, ഒടുവിൽ അയാൾ സെലസ്റ്റിയൽ ഹെവനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അയാളുടെ കൂടെ ഉണ്ടായിരുന്നത് ഹോപ്പ് മാത്രമാണ്. ഫെയ്ത്ത്ഫുൾ വാനിറ്റി ഫെയറിൽ വീണും മരിച്ചുപോയി. ഒടുവിൽ അല്പം ഹോപ്പോടുകൂടി അയാൾ ദൈവസന്നിധിയിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഇതാകണം നോമ്പ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആ പ്രത്യാശ നമ്മുടെ ആത്മാവിന്റെ ഒരു നങ്കൂരമാണെന്നാണ് ഹെബ്രായ ലേഖനകർത്താവ് 6-ാം അധ്യായത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആ പ്രത്യാശ നമ്മുടെ ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാണെന്നാണ് ഹെബ്രായ ലേഖനം 6-ാം അധ്യായം 19-ാം വാക്യം പറയുന്നത്. ആ പ്രത്യാശ, ഹോപ്പാണ് നമ്മുടെ ആങ്കർ ഓഫ് മൈ സോൾ. എന്റെ സോളിന്റെ, എന്റെ ആത്മാവിന്റെ, വി ഹാവ് ദിസ് ഹോപ്പ് ആസ് എൻ ആങ്കർ ഫോർ ദ സോൾ, ഫിം ആൻഡ് സെക്വർ എന്ന് പറയും. കാരണം ഈ ആങ്കർ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഈ കപ്പലുമായി ബന്ധപ്പെട്ട സാധനമാണ് ഈ ആങ്കർ. കപ്പലിനെ വലിയ കാറ്റും മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കപ്പൽ മുങ്ങിപ്പോകാതിരിക്കാൻ പിടിച്ചു നിർത്തുന്ന ഒരു കൊളുത്താണ് ആങ്കർ. തുറമുഖവുമായി കപ്പലിനെ ബന്ധിപ്പിക്കുന്നതാണ് ഈ ആങ്കർ. ഇങ്ങനെ ഒത്തിരി ഉപയോഗങ്ങൾ ഈ കപ്പലിൽ ആങ്കർ കൊണ്ടുണ്ട്. ഈ ആങ്കറാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന. കാരണം
സ്വർഗസിയോനിലേക്ക് ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്ന സഞ്ചാരികളുടെ കൂട്ടമാണ് നമ്മളെ സംബന്ധിച്ച്, ഒരമ്മയെ സംബന്ധിച്ച് നമുക്ക് എന്ത് നന്മ കിട്ടിയാലും നമ്മൾ എന്ത് പറയും? മക്കളെ, കറി മുഴുവൻ എടുക്കരുത്, ഇച്ചിരി പപ്പായിക്ക്. നമ്മുടെ കൂടെയുള്ളവർക്ക് അത് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ആരാ? നമ്മൾ അമ്മമാര്. എൻ്റെ പ്രിയപ്പെട്ടവന്, എൻ്റെ മക്കൾക്ക്, എൻ്റെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും പകുത്തു കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവരുടെ പേരാണ് ഒരമ്മ എന്ന വാക്ക്. എന്നാൽ അമ്മയിൽ നന്മയുള്ളത് കൊണ്ടാണ് അത് ഉണ്ടാവുന്നത്. എന്നാൽ നമ്മളെപ്പോഴും ഇന്ന് പലപ്പോഴും നമ്മൾ വീണു പോകുന്നത് വാനിറ്റിയുടെ വേൾഡിൽ നമ്മൾ വീണു പോകും. അവിടെയാണ് നോമ്പില് നമ്മുടെ പിതാക്കന്മാർ യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ ഹൃദയങ്ങളെയാണ് കീറി മുറിക്കേണ്ടത് എന്ന്. നിങ്ങളുടെ വസ്ത്രങ്ങളെയല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറി മുറിച്ച് ഒന്ന് ശോധന ചെയ്യണം. ഞാൻ 1-2 പ്രാവശ്യം ഉപയോഗിച്ച വാക്കുണ്ട്. അതിനാണ് തിരുമേനി യാക്കോബച്ചനോട് പറഞ്ഞു, അച്ഛാ ഈസ്റ്റേൺ നോയിഡ, ഗ്രേറ്റർ നോയിഡ അല്ല അച്ഛാ, ഗ്രേറ്റർ നോയിഡയിലേക്ക് ഈ ഡൽഹി ഡയസിസിലെ സ്ത്രീജനങ്ങളെയൊക്കെ വിളിക്കണം. അപ്പൊ അച്ഛൻ ജോൺസൺ അച്ഛനോട് ചോദിച്ചു, അച്ഛാ എങ്ങനെ അച്ഛാ, മുൻ പരിചയം വെച്ച്? വരും അച്ഛാ, കുറെ പേരൊക്കെ വരും. അപ്പൊ അച്ഛനും പറഞ്ഞു, എന്നാ പിന്നെ നോക്കാം, നല്ല സാമർഥ്യമുള്ളവർ മാത്രം എത്രയും ദൂരം സഞ്ചരിച്ച്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം ആരാ? നമ്മൾ യൂഷ്വലി മലയാളത്തിൽ ആ വാക്ക് ഉപയോഗിക്കും. ചിലർ മിണ്ടുന്നില്ല കേട്ടോ. നമ്മൾ ചിലരെ നോക്കിയിട്ട് പറയും, ഒറ്റ നോട്ടത്തിൽ കണ്ടാലേ അറിയാം നല്ല സാമർഥ്യക്കാരിയാണ്. പക്ഷെ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് അമ്മ ആരായിരിക്കണമെന്നാ? സാമർഥ്യകാരി ആയിരിക്കണമെന്നാ. സദൃശ്യവാക്യം 31-ാം അധ്യായം 29-ാമത്തെ വാക്യം പറയാണ്, അനേകം തരുണികൾ സാമർഥ്യം കാണിച്ചിട്ടുണ്ട്, നീയോ അവരിലെല്ലാവരിലും ശ്രേഷ്ഠയായിരിക്കുന്നു. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു. ഈ യഹോവയ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടുമെന്ന്. അനേകം തരുണികൾ സാമർഥ്യം കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലേ ഭയങ്കര മിടുക്കരായ ലേഡീസിനെ അറിയാം. രാജ്യത്തെ നയിക്കുന്ന അല്ലെ, ഇപ്പൊ തന്നെ നമ്മൾ ഭയങ്കര പ്രൗഡാ. ഇന്ത്യൻ പീപ്പിൾ, എസ്പെഷ്യലി ഇന്ത്യൻ വിമൻ ഭയങ്കര പ്രൗഡാ. നമ്മുടെ പ്രസിഡന്റ് ആരാ? ഒരു ലേഡിയാണ്, ദ്രൗപദി മുർമു. വി നോ ഇന്ദിരാഗാന്ധി, ബാനസീർ ഭൂട്ടോ, വി നോ മെനി വിമൻ. അനേകം തരുണികൾ സാമർഥ്യം കാണിച്ചിട്ടുണ്ട്. പക്ഷെ കർത്താവ് നമ്മളുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറയാ, പക്ഷെ നീയോ അവരിലെല്ലാം സാമർഥ്യക്കാരിയാ, നീ അവരെക്കാളെല്ലാം മിടുക്കിയ. അനേകം തരുണികൾ എങ്ങനെ സാമർഥ്യം കാണിച്ചു? മനസ്സിലാക്കണം, ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു. ഈ ലാവണ്യം എന്ന് പറഞ്ഞാൽ വ്യാജമാണ്. സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എത്ര പിടിച്ചു കെട്ടിയാലും സൗന്ദര്യത്തിനൊരു എക്സ്പയറി ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് നാൾ പൗഡറൊക്കെ ഇട്ട് ക്രീമൊക്കെ തൂത്ത് ഒപ്പിച്ചു വെക്കാം. മുഖം കഴുകിയാൽ അതൊന്ന് മൈൻഡ് ബോഡി ഒക്കെ വീക്കാവും. പക്ഷേ യഹോവ ഭക്തിയുള്ള സ്ത്രീയോ ലൈവ് പോകുന്നുണ്ട്. ഇതിന്റെ അമ്മ കേൾക്കുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ, അച്ഛന്റെ അമ്മ. ഞങ്ങൾ കളിയാക്കി പറയും, ചൊവ്വയെ നേരെ ഒരു മുട്ട പൊരിക്കാൻ പോലും അമ്മ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. എൻ്റെ കോ സിസ്റ്റർ ഇതിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ, ഓസ്കാസിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ ചെന്ന് പറയുമായിരിക്കും ചിലപ്പോൾ. പക്ഷെ ഉണ്ടല്ലോ, ഈ 4 മക്കളെയും പ്രതി ഇത്രമാത്രം പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീ ആ ദേശത്തുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണെന്നറിയോ? സൗന്ദര്യം അഴിഞ്ഞു പോകും. നമ്മൾ ഈ മുട്ട പൊരിച്ചതും ഏത്തക്കാപ്പം ഉണ്ടാക്കുന്നതും അച്ചപ്പം ഉണ്ടാക്കി മോനെ കാത്തിരിക്കുന്നതൊക്കെ വെറുതെയാ. പക്ഷെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ച് ഒരു പ്രാർത്ഥിക്കുന്ന അമ്മയുടെ മകളായി ഒരാൾ വളർന്നാൽ ഏതു ഒറ്റപ്പെട്ടിടത്ത് അവൻ പെട്ടുപോയാലും ദൈവത്തിന്റെ സാന്നിധ്യത്തെ നേരിട്ടറിയുന്നതാണ് ഒരമ്മ ഒരു സാമർഥ്യകാരിയായ ഒരു സ്ത്രീയാണെന്ന് തെളിയിക്കാൻ പറ്റുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും സാമർഥ്യമുള്ള ഒരു സ്ത്രീയെ നിങ്ങൾക്ക് പറയാമോ? അഭിപ്രായം പറഞ്ഞോ, ഉറങ്ങാതിരിക്കണേ, എന്തെങ്കിലുമൊക്കെ പറയണേ. ഒരു സാമർഥ്യക്കാരിയെ പറഞ്ഞ വേദപുസ്തകത്തില് അബീഗയില്, എസ്തർ, പറയാന്നേ 3-4 പേരുടെ പേര് പറ, സ്വന്തം പേരേലും പറ. സാമർഥ്യക്കാരി ആരാണ്ടൊക്കെ പറയണ്ട. അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ പേര്, അപ്പുറത്തെ ഫ്ലാറ്റിലെ ആളുടെ പേരാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും സാമർഥ്യക്കാരി ആരാന്നറിയോ? പരിശുദ്ധ ദൈവമാതാവാ. പരിശുദ്ധ
എരിവ് വന്നു. പരിശുദ്ധ അമ്മയെക്കുറിച്ച് അങ്ങനെയൊക്കെ, സൗമ്യരിലല്ലാതെങ്ങാമരും ഞാൻ എന്നുര ചെയ്ത്, അങ്ങനെ പറയുന്ന പരിശുദ്ധ അമ്മയാണോ കൊച്ചമ്മ കയറി ആരെന്ന് വിളിച്ചേ? എന്നാൽ പരിശുദ്ധ അമ്മയെ പോലെ സാമർഥ്യക്കാരിയായ ഒരാള് ഈ ഭൂഖണ്ഡത്തിൽ നിന്നല്ല, ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. പരിശുദ്ധ അമ്മ സ്വന്തം ജീവിതത്തിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ഒരു സ്ത്രീക്ക് വേണ്ട സാമർഥ്യം, എന്താണ് ഒരു സ്ത്രീക്ക് വേണ്ട സാമർഥ്യം. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 17-ാം വാക്യത്തിന്റെ ഏറ്റവും ലാസ്റ്റ് നോക്കിക്കേ. ജെറമിയ ചാപ്റ്റർ 9:17. സാമർഥ്യമുള്ള സ്ത്രീകളെ ആളയച്ചു വരുത്തുവിൻ. ആരെയാണ് അങ്ങനെ യാക്കോബച്ചൻ ചെയ്തിരിക്കുന്നത്? സാമർഥ്യമുള്ള സ്ത്രീകളെ ആളയച്ചു വരുത്തി. ഇപ്പൊ എഴുന്നേപ്പിച്ചു നിർത്തി അല്ലേ? ആളയച്ചു വരുത്തുവിൻ. എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരത്തക്കവണ്ണവും നമ്മുടെ കൺപോളകളിൽ നിന്ന് വെള്ളം ചാടത്തക്കവണ്ണവും അവർ ബന്ധപ്പെട്ട് വിലാപം കഴിക്കട്ടെ. സാമർഥ്യമുള്ള സ്ത്രീകൾക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരണം. നമ്മളുടെ പ്രാർത്ഥന പലപ്പോഴും ആ 10 കന്യകമാരുടെ പ്രാർത്ഥന പോലെയാ. 10 കന്യകമാരെ പുറത്തു നോക്കിയാൽ കാണാം, 10 ലാമ്പും നമുക്ക് കാണാം. പക്ഷെ അവരുടെ ലാമ്പിൽ ഓയിലുണ്ടോ എന്നത് ദൈവത്തിന് മാത്രമേ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ സാമർഥ്യമുള്ള സ്ത്രീയുടെ ഒന്നാമത്തെ ലക്ഷണം, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകത്തക്കവണ്ണവും അവരുടെ കൺപോളകളിൽ നിന്ന് വെള്ളം ചാടത്തക്കവണ്ണവും അവർ ബന്ധപ്പെട്ട് വിലാപം കഴിക്കുന്നവരായിരിക്കട്ടെ. രണ്ടാമത് 20-ാമത്തെ വാക്യം, എന്നാൽ സ്ത്രീകളെ യഹോവയുടെ വചനം കേൾപ്പീൻ. രണ്ടാമത് പറയാണ് യഹോവയുടെ വചനം കേൾപ്പീൻ. എങ്ങനെയുള്ള ആളായിരിക്കണം സാമർഥ്യമുള്ള അമ്മ? വചനം കേട്ട് നിങ്ങളുടെ ചെവി അവന്റെ വായിലെ വചനത്തെ ശ്രദ്ധിക്കട്ടെ. നമ്മൾ തോറ്റേച്ച് വരുന്ന കുഞ്ഞിനോട് ചോദിക്കും, നീ എന്തിനീ ക്ലാസ്സിൽ പോയിരിക്കുന്ന, ഒന്നും ശ്രദ്ധിക്കുന്നില്ലേ? അല്ലെ? ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? മനസ്സിലാക്കുക, ആക്ഷനിൽ വരുത്തുക. എന്നാൽ സ്ത്രീകളെ യഹോവയുടെ വചനം കേൾപ്പീൻ. ദൈവത്തിന്റെ വലിയ കരുണ കൊണ്ട് നമുക്കൊരു കുറവുമില്ല. എന്തിന്? നമ്മൾ ഈ എയർപോർട്ടിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇരിക്കുമ്പോഴേ ഈ കൊച്ചു പിള്ളേരൊക്കെ ചിലപ്പോൾ നമ്മളെ നോക്കി ചിരിക്കും, എന്നെ നോക്കി ചിരിക്കും. അപ്പൊ കുറച്ചു നേരം ചിരിച്ചു കഴിയുമ്പോൾ ഞാൻ ചോദിക്കും, ആൻറ്റി അറിയാമോ? അറിയാം, മമ്മി കിച്ചണിൽ വെക്കുന്ന ആൻറ്റിയാണ്. മമ്മി കിച്ചണിൽ വെക്കുന്ന ആൻറ്റിയാണ്. അപ്പൊ കിച്ചണിലെ മമ്മിയുടെ ഒരു സഹായി ആവാൻ എനിക്ക് യെസ്. അപ്പം വചനം ഇന്ന് 2 മിനിറ്റ് ഒരാളുടെ കേട്ട് ഇന്നത്തെ എനിക്കിതല്ല കേൾക്കേണ്ടത്, എനിക്ക് ഇച്ചിരൂടെ വേറെയാ കേൾക്കേണ്ടത്. നമുക്ക് ഭയങ്കര ചോയ്സസാ, ഇഷ്ടം പോലെ വചനം കേൾക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും കേൾക്കുമ്പോൾ ഇതെല്ലാം എല്ലാവരെയും കുറിച്ചാണ് നമ്മുടെ ഒരു വിചാരം. ഇതെല്ലാം ഇതാ ആൻസി ഒന്ന് കേൾക്കണ്ട. ഞാനൊരു കാര്യം ചെയ്യും, MMVSന്റെ ഗ്രൂപ്പിലോട്ട് ഇതങ്ങോട്ട് ഇടാം. ആരെയാ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്? ഒത്തിരി പേര് എന്നോട് സ്റ്റോറി പേജ് കണ്ടിട്ട് പറയും, കൊച്ചമ്മ ചിലതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആ, ഞാനങ്ങ് സ്റ്റാറ്റസ് ഇടും. അപ്പോഴേ എനിക്കറിയാം നമ്മൾ ആർക്ക് വേണ്ടിയാ സ്റ്റാറ്റസ് ഇടുന്നേ? നമ്മൾ ചിലരെയൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മൾ ചിലരെയൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ദൈവത്തിന്റെ വചനം കേൾക്കുകയും വചനത്തെ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യുന്നത്. അതാണ് മദർ തെരേസ പറയുന്നത്, എവ്രിബഡി നോസ് ടു ഷോസ് എക്സാമ്പിൾ ബട്ട് വെരി പീപ്പിൾ നോ ടു ബി ആൻ എക്സാമ്പിൾ. ഒരമ്മ ഇന്ദിരാഗാന്ധിയെ കണ്ടുപിടിക്ക്, ബേനസീർ ഭൂട്ടോയെ കണ്ടുപിടിക്ക്, എസ്തറിനെ കണ്ടുപിടിക്കെന്ന് പറയല്ല. ടു ബി ആൻ എക്സാമ്പിൾ, ടു ബി ആൻ എക്സാമ്പിൾ. നമ്മൾ എവിടെ നിന്നാണ് കൊടുക്കാൻ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടാവും? കൊടുത്തിട്ട് വേണമല്ലോ. നമ്മൾ എവിടെ നിന്നാണ് കൊടുക്കാൻ പഠിച്ചത്? പണ്ടേ ഒന്നും ഇല്ലാത്ത കാലത്ത് നമ്മുടെ അമ്മച്ചിമാർ പിടിയേരിയൊക്കെ എടുത്ത് മാറ്റി വെക്കും ആ കാലത്ത്. എന്നിട്ട് എന്ത് ചെയ്യും? ഇല്ലാത്തവന് കൊണ്ട് അല്ലേ? പണ്ട് പള്ളി പൈസയൊക്കെ ഇടാൻ നേരത്ത് അവരുടെ ഇല്ലായ്മയിൽ നിന്ന് തൊട്ടെടുത്ത് കൈ തരും. മക്കളെ, പള്ളി കയറിയ പൈസ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇപ്പോഴും തൊട്ട് മാത്രമേ പള്ളിയിൽ. നമ്മൾ അതിൻ്റെ ആ രൂപയുടെ മൂല്യം മാറിയതൊന്നും ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ തൊട്ട് തന്നെ നമ്മുടെ പിള്ളേരുടെ കയ്യിൽ കിലോന്ന് കേൾക്കാൻ പള്ളി ചെല്ലുമ്പോൾ. നമ്മൾ ഏറ്റവും വലിയ റോഡിലിരിക്കുന്ന ബെഗേഴ്സിനും ഹോംലെസ്സിനും പോലും ഇപ്പൊ എന്ത് കൊടുക്കാൻ പറ്റത്തില്ല? എന്ത് കൊടുക്കാൻ പറ്റത്തില്ല? തൊട്ട് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ കൊടുക്കാൻ പറ്റുന്ന ഒറ്റ സ്ഥലമുള്ള എവിടെയാ? പറ. അപ്പൊ കുഞ്ഞു വിചാരിക്കുന്നത് പള്ളിയിലിരിക്കുന്ന ആരാന്നാ? സച്ച് എ പുവർ അല്ലേ? സച്ച് എ പുവർ ഗോഡ്. അവൻ നോക്കുമ്പോൾ സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വരുന്നുണ്ടേ, ഡാഡി ആദ്യം പോയി ഫോൺ എടുക്കും.
അപ്പൊ കുഞ്ഞ് മനസ്സിലാക്കും, ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് വിളിക്കുന്നവൻ, അല്ലെ, ഫോണിൽ വിളിക്കുന്നവൻ. മമ്മി അതിനിടയ്ക്ക് കറി വെന്തോ നോക്കാൻ പോവും. അപ്പൊ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ, ഇപ്പൊ പ്രാർത്ഥിക്കുന്ന എന്റെ ദൈവത്തെക്കാൾ വലുതാണോ? ഇവിടെയൊക്കെയാണ് നമ്മൾ നമ്മുടെ കുടുംബത്തില്, കാരണം നമ്മളിപ്പോ ഡീൽ ചെയ്യുന്ന ആരെയാണെന്നറിയോ? ജെൻസീസിനെയും ജെൻ ആൽഫയെയും ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന ജെൻ ബീറ്റായെ ഒക്കെയാ. ഇവിടെ ഇരിക്കുന്ന അമ്മമാരൊക്കെ ഓർക്കും ഇതൊക്കെ എന്നാന്ന്. റീജ കൊച്ചമ്മയോടൊക്കെ ചോദിച്ചാൽ കൃത്യം അറിയാം. നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ കൃത്യം അറിയാം. ജെൻസി കിഡ്സ് എന്ന് പറഞ്ഞാൽ തന്നെ അവരെ ഒരു AI ജനറേറ്റഡ് ആയ ഒരു ലോകത്തിൽ ജനിച്ച് ജീവിച്ച് വളർന്നവരാ. ജെൻ ആൽഫ പൂർണ്ണമായിട്ടും ഡിജിറ്റൽ വേൾഡിൽ ജനിച്ചവരാ. അവരുടെ അടുത്ത് ചെന്നിട്ട് നീ എന്നാ ഫോൺ ഓഫ് ആക്കാതെ, നീ എന്നാ ഫോൺ കണ്ടോണ്ടിരിക്കുന്നേ, ഇങ്ങനത്തെ സില്ലി കാര്യങ്ങളൊന്നും അവർക്ക് വലിയ കാര്യമേ. അവരുടെ അടുത്ത് ചില്ലറ കൊടുത്തു വിടുമ്പോൾ അവർ നമ്മളെക്കാൾ സിൻസിയറാ. അവര് ചിന്തിക്കും, ഈ ദൈവം എന്ന് പറയുന്നയാൾ വെറും ചില്ലറയുടെ വിലയുള്ള വചനം കേൾക്കുകയും വചനം ചെയ്യുകയും ചെയ്യാൻ സാധിക്കുന്ന സ്ത്രീയാണ് രണ്ടാമത്തേത്. മൂന്നാമത് പറയാണ് 20ാമത്തെ വാക്യം തന്നെ, നിങ്ങളുടെ പുത്രിമാരെ വിലാപവും ഓരോരുത്തിയും തന്റെ കൂട്ടുകാരെത്തിയ പ്രലാപവും അഭ്യസിപ്പീനെന്ന്. നിങ്ങളുടെ പുത്രിമാരെ വിലാപവും പ്രലാപവും അഭ്യസിപ്പീൻ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ് ബൈബിൾ വേഴ്സ്? നമ്മുടെ തലമുറയെ പ്രാർത്ഥിക്കാൻ പഠിപ്പിപ്പീൻ എന്നാണ് പറയുന്നത്. ഇപ്പൊ 3 കാര്യങ്ങളാണ് സാമർത്ഥ്യക്കാരികളുടെ ലക്ഷണമായിട്ട് പറഞ്ഞത്. ദ ഫസ്റ്റ് വൺ, കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുക. 2, വചനം കേൾക്കുകയും വചനം ശ്രദ്ധിക്കുക. അയ്യോ പോവാണ് എല്ലാവരും, വചനം ശ്രദ്ധിക്കുകയും ചെയ്യണം. ചുമ്മാ പറഞ്ഞാൽ പോയിക്കോ, ആവശ്യമുണ്ടെങ്കിൽ പോയിക്കോ. തേർഡ് വൺ, നമ്മുടെ ജനറേഷനെ പഠിപ്പിക്കുകയും ചെയ്യണം. ഇവിടെയാണ് സെയിന്റ് മേരി നമ്മളുടെ മുൻപിൽ ഒരു സാമർത്ഥ്യക്കാരിയായി സ്ത്രീ സ്വയമായത്. കാരണം ദൈവത്തോടുള്ള ബന്ധത്തിൽ, വചനത്തോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ പരിശുദ്ധ അമ്മ എങ്ങനെയായിരുന്നു? നമ്മൾ എന്ത് രസമായിട്ടാ പറയുന്നത് വചനം ഏറ്റെടുത്തു എന്ന്. എന്തായിരുന്നു വചനം? പുരുഷനെ അറിയാതെ ഒരു സ്ത്രീ ഗർഭം ധരിക്കുമെന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് വെരി ഈസി ടു ഹാൻഡിൽ. എങ്കിലും ദൈവഹിതത്തെ സ്വന്തം ഹിതമാക്കി മാറ്റാൻ, പേഴ്സണലായ സന്തോഷങ്ങളെ വേണ്ട എന്ന് വിചാരിച്ച പേഴ്സണൽ ലൈഫിൽ സാമർഥ്യം കാണിക്കുകയായിരുന്നു പരിശുദ്ധ അമ്മ. എന്നാൽ നമ്മൾ ഇന്ന് പേഴ്സണലായ ഒരു സന്തോഷങ്ങളെയും വേണ്ട എന്ന് വെക്കാൻ തയ്യാറാകുന്നില്ല. നമ്മൾ ഇന്ന് എൻ്റെ പേഴ്സണലായ ഒരു സന്തോഷത്തെയും എൻ്റെ പേഴ്സണൽ സ്പേസിനെയും, അതിൽ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്താണെന്നറിയോ? ഇവിടൊക്കെ എല്ലാ പള്ളിയിലും ബെഞ്ചാണോ അച്ഛാ? നാട്ടിലൊന്നും അങ്ങനല്ല കേട്ടോ. നമ്മുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്ന എപ്പോഴാണെന്നറിയോ? മാലാഖമാരുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അച്ഛൻ അപ്പവീഞ്ഞുകളുടെ വാഴ്ത്തൽ കഴിഞ്ഞതിന് ശേഷം തുബ്ദേന്റെ തൊട്ട് മുൻപേ അച്ഛൻ ചൊല്ലും, പരിശുദ്ധ റൂഹ ആവസിച്ച് ഈ അപ്പത്തെ കർത്താവിന്റെ. അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഫ്ലൈറ്റ് ഒക്കെ ടേക്ക് ഓഫ് ചെയ്യാൻ നേരത്തെ വിങ്സ് ഒക്കെ ഇങ്ങനെ വെക്കത്തില്ലേ? പതുക്കെ നമ്മൾ റെഡിയാവും. പിന്നെ കർത്താവിന്റെ തിരുരക്തമായി മാറട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തേ ഉള്ളൂ? സെക്കൻഡ്സേ ഉള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? പിന്നെ നമ്മൾ ഇരിക്കാൻ പോവാ. അപ്പൊ എനിക്ക് ആവശ്യമുള്ള സ്ഥലം ഞാൻ എന്ത് ചെയ്യും അപ്പോഴേ? അപ്പൊ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തുകൊണ്ടിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? എന്തിനു വേണ്ടിയാ ഞാനിങ്ങനെ വിന്യസിച്ചുകൊണ്ടിരുന്നേ? എന്തിനു വേണ്ടിയാ? നീ ഇരുന്നാലും നീ ഇരുന്നില്ലേലും എനിക്കൊന്നുമില്ല. എന്നിട്ട് നമ്മൾ വെറുതെ ഒന്ന് ചോദിക്കും, അവര് പറയോ ഇരിക്കണമെന്ന്? അവരിരിക്കണമെന്ന് പറയുകയല്ല, അല്ലേ? ഇങ്ങനെയുള്ള സ്പേസുകളിൽ എൻ്റെ പേഴ്സണൽ, ഞാൻ എൻ്റെ എനിക്ക് എന്നതിൽ നിന്ന് സെൽഫായിട്ട് ബ്രേക്ക് ചെയ്ത, പേഴ്സണലായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചതുപോലെ, റിപ്പൻറ്റൻസ് എന്ന് പറയുമ്പോൾ പേഴ്സണലായി ഞാൻ എന്നെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ റിപ്പന്റ് ചെയ്യാൻ, എന്നെ തന്നെ താഴ്ത്തി വെക്കുകയാണ് അവിടെ ചെയ്യുന്നത്. രണ്ടാമത്, പരിശുദ്ധ അമ്മ ഫാമിലി ലൈഫിൽ എങ്ങനെയായാലും പരിശുദ്ധ അമ്മ പുത്രനെ ഗർഭം ധരിച്ചു. യൗസേപ്പ് എന്നൊരു പുരുഷൻ ദൈവ ശബ്ദം കേട്ട് പരിശുദ്ധ അമ്മയുടെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, ഹേയ് മേരി, ഞാൻ എല്ലാം നോക്കിക്കോളാം. കുഞ്ഞു പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ എല്ലാം സെറ്റ്, എൻ്റെ കൂടെ പോരെ. അവരെവിടേക്ക് പോയി? ബേത്ലഹേമിലേക്ക് പോയി. അവർ ബേത്ലഹേമിലേക്ക് പോയി. പോകാൻ നേരത്തെ എന്തൊക്കെ പ്രോമിസ് കൊടുത്താ വിളിച്ചോണ്ട് പോയത്? ഞാൻ നിന്നെ നോക്കിക്കോളാം, ഞാൻ നിന്റെ കാര്യമെല്ലാം ചെയ്തോളാം. കഴുതപ്പുറത്തൊക്കെ കയറ്റി അവിടെ വരെ കൊണ്ടു ചെന്നു.
അവിടെ ചെന്നപ്പോഴത്തേക്കും പരിശുദ്ധ അമ്മ പൂർണ്ണ ഗർഭിണിയായിരുന്നു. രാത്രിയിൽ എവിടെങ്കിലും കിടക്കണം. യൗസേപ്പ് പിതാവ് എന്തന്വേഷിച്ചു പോയി? മിണ്ടായിരിക്കാൻ പറ്റത്തില്ല. സത്രം അന്വേഷിച്ചു പോയി. തിരിച്ചു വന്നപ്പോൾ എന്താ പറഞ്ഞ്? സത്രത്തിലെങ്ങും ആ പറഞ്ഞത് നമ്മളോടാ പറഞ്ഞിരുന്നെന്ന് ഓർത്തു നോക്കിക്കേ. അല്ലേ നിങ്ങളെ എന്നാത്തിന് അല്ലേ നിങ്ങളെ എന്നാത്തിന് കൊള്ളാം. ആ തോമസ് അങ്കിളിനെയൊക്കെ കണ്ടു പഠിക്ക്. ആ കണ്ടു പഠിക്ക്. 2 കയ്യിലും ഇഡ്ഡലിയൊക്കെ ആയിട്ട് ഇന്ന് വൈകിട്ട് വീട്ടിലോട്ട് പോകാൻ പോകുന്നത് ഇല്ലേ? ആ സ്ഥാനത്ത് നിങ്ങളെയും കൊണ്ട് കുർബാന കഴിഞ്ഞ് ഒരു ചായ എനിക്ക് അവിടെ എടുത്തു വെക്കാൻ നിങ്ങളെയും കൊണ്ട് ഡിമാൻഡിങ്. ബി പ്രോമിസിങ് ദാൻ ഡിമാൻഡിങ്. ബി പ്രോമിസിങ്. ദൈവത്തിന്റെ സന്നിധിയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും കൂടെയുള്ള ആളിന്റെ ബലഹീനതയെ അറിയുമ്പോൾ മാത്രമാണ് ഇനി എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഓഫർ ഉണ്ടോ? ദിവാലി ഓഫറിൽ എവിടെയെങ്കിലും ഇട്ട് കണ്ടിട്ടുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മനസ്സിൽ പറയുന്നുണ്ട് ഈ മമ്മി എടുത്ത് OLX ഇട്ടാൽ എന്താണെന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ? ആ പിടിച്ച് ഒരിക്കല് ഒരു 50th വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു അച്ഛനെ വിളിച്ചു. അച്ഛനും ചെന്നു. മക്കളൊക്കെ ഓസ്ട്രേലിയയിൽ നിന്നും ലണ്ടനിൽ നിന്നും കാനഡയിൽ നിന്നും ഒക്കെ വന്നു. 50th വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് കട്ട് ചെയ്തു. അപ്പച്ചനും അമ്മച്ചിയും ഭയങ്കര സന്തോഷത്തോടെ. അപ്പച്ചൻ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, അച്ഛാ ഒന്ന് പുറത്തോട്ട് വരുമോ? അപ്പോൾ അപ്പച്ചൻ്റെ കൂടെ അച്ഛനും കൂടെ പുറത്തോട്ട് ചെന്നു. അച്ഛാ മക്കൾ പോകുന്നതിന് മുൻപ് അച്ഛൻ എനിക്കൊരു കാര്യം സാധിച്ചു തരണം. അപ്പം അച്ഛൻ ചോദിച്ചാൽ എന്താ? അച്ഛാ മക്കളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി എനിക്കൊരു ഡിവോഴ്സ് വേണം. അച്ഛൻ ഞെട്ടിപ്പോയി. 50th വെഡിങ് ആനിവേഴ്സറി, ആന അമ്പാരി ആഘോഷം. അപ്പം അച്ഛൻ ചോദിച്ചാൽ എന്താ അപ്പച്ച അങ്ങനെ പറയുന്നത്? വയ്യ അച്ഛാ, ഞാൻ മടുത്തു, ഇനി എനിക്ക് വയ്യ. അച്ഛനൊന്ന് സോപ്പിടാൻ നോക്കി. മോനെ അച്ഛപ്പച്ച അങ്ങനെയല്ല, നമ്മൾ ഇത്രയും നാളും ഒക്കെ സഹിച്ചു ക്ഷമിച്ചു. നമ്മളില്ല ഞാൻ. അപ്പച്ചൻ പറഞ്ഞു നമ്മളില്ല ഞാൻ. അന്നേരം അച്ഛൻ വീണ്ടും പറഞ്ഞു അപ്പച്ച അങ്ങനല്ല. അപ്പച്ചൻ മനസ്സിലാക്കണം മക്കളെ. ഞാൻ മക്കളെ ഓർത്താ അച്ഛാ ഇത്രയും നാൾ ക്ഷമിച്ചത്. അപ്പച്ചൻ്റെ പ്രശ്നം എന്താ? അച്ഛാ ഇവക്ക് ദേഷ്യം വന്നാൽ എന്തോ കൈ കിട്ടിയാലും എടുത്ത് അവൾ ആണ്ടാണ് എറിയുമെന്ന്. എന്തോ കൈ കിട്ടിയാലും എടുത്ത് എറിയും. അപ്പൊ അച്ഛൻ പറഞ്ഞു അച്ഛാ 50 വർഷം സഹിച്ചില്ലയോ? ഇനി അവർ ഇത്ര നാളും കൂടെ അല്ലേ ഉള്ളൂ. അച്ഛാ ആദ്യമൊക്കെ ഞാൻ ഇവളെ കെട്ടിക്കൊണ്ട് വന്നപ്പോൾ ഇവളെ എറിയുമെങ്കിലും ഇവക്ക് ഉന്നമില്ലായിരുന്നു. 50 വർഷം കൊണ്ട് ഇവൾ ആരായി മാറി? നല്ല ഉന്നം കൃത്യം എൻ്റെ തലയ്ക്കച്ചാ. മക്കളുടെ മുൻപിലും അച്ഛൻ്റെ മുൻപിലും അവൾ എന്തൊരു ഭക്ത. എനിക്ക് വയ്യ അച്ഛാ. അപ്പച്ചൻ ഇത് എങ്ങനെയും അമ്മച്ചിയോടൊന്ന് അവതരിപ്പിക്കണമല്ലോ. അടുത്ത ഫ്രൈഡേ റിട്രീറ്റിന് അമ്മച്ചി വന്നു. അമ്മച്ചി വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ക്ഷമ, സ്നേഹം, സഹനം, ഇല്ല അച്ഛൻ അതൊക്കെയല്ലേ പറയുന്നത്, ഇതൊക്കെ പറഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് അച്ഛൻ ഉദ്ദേശിച്ച സാധനം ഇടണമല്ലോ. അച്ഛൻ പതുക്കെ ചോദിച്ചു, അടുത്ത ജന്മത്തിൽ ഇതേ ഭർത്താവിന്റെ ഭാര്യയാകാൻ താല്പര്യമുള്ള ഒരു കൈവക്കാൻ. അതുകൊണ്ട് പലരും തണ്ട് ഇങ്ങനെ വെച്ചു. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഇരുന്നു. അച്ഛൻ വീണ്ടും ചോദിച്ചു, അടുത്ത ജന്മത്തിൽ ഇതേ ഭർത്താവിന്റെ ഭാര്യയാവാൻ താല്പര്യമുള്ള ഒരു കൈപൊക്കുക. അമ്മച്ചി ഉറങ്ങുമായിരുന്നു. ഈ അമ്മച്ചി ചാടി എഴുന്നേറ്റിട്ട് കൈപൊക്കി. അച്ഛന് ഭയങ്കര സന്തോഷം. അച്ഛൻ പറഞ്ഞു, വാ അമ്മച്ചി മൈക്കിൽ കൂടി യങ് ജനറേഷനോടൊന്ന് പറഞ്ഞു കൊടുത്തേ എങ്ങനാ ജീവിതമെന്ന്. അമ്മച്ചി ഇങ്ങോട്ട് വന്നു. ആ സാരിയൊക്കെ ഒന്ന് നേരെ പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ 30 വർഷം ഞാൻ ഒരു ഫറവോയുടെ അടിമത്തത്തിലായിരുന്നു. ആരാ അത്? ആരാ പറ? അപ്പച്ചൻ്റെ അമ്മ. പിന്നെ 20 വർഷം എടുത്ത് ഞാൻ അങ്ങേരെ എൻ്റെ വരുതിക്കൊന്ന് കൊണ്ടുവരാൻ. ഇനി ഒരുത്തനെ കൂടെ പഠിപ്പിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് അങ്ങേര് തന്നെ. നമ്മൾ ചിരിച്ചു തള്ളുവെങ്കിലും നമ്മളുടെ ഒരു ജനറേഷനിലും കൂടെ ഉള്ളൂ ഈ ഒരു സാധനം. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ദേ ആർ നോട്ട് റെഡി ടു ടോളറേറ്റ്. ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ടോളറേറ്റ് ചെയ്യാൻ അവർ തയ്യാറല്ല. നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ? നമ്മുടെ പുതിയ ജനറേഷനിലെ പിള്ളേർക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അതിൻ്റെ ഒരു റീസൺ ഈ ചിരിക്കുന്ന നമ്മളല്ലേ എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. മമ്മി പപ്പായ്ക്ക് എത്ര സമാധാനം കൊടുത്തിട്ടുണ്ട് മമ്മി എന്ന് നമ്മുടെ മക്കൾ പറയാതെ പറയുന്നുണ്ടെങ്കിൽ അവർ കല്യാണം കഴിക്കാത്തതിൻ്റെ ഒരു റീസൺ അതായിരിക്കും. അവർ കല്യാണം കഴിക്കാത്തതിൻ്റെ മേ ബി ഒരു റീസൺ അതായിരിക്കും. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനവും കണ്ടിട്ടില്ല. പിന്നെ എന്തിനാ ഞാനും ഇനി ഇതേ കാര്യം എന്തിനാ ഞാനിനി ചെയ്യുന്നത്? സോ ഐ ഡോണ്ട് വാണ്ട് ടു എൻഗേജ്ഡ് വിത്ത് എ സ്പെഷ്യൽ പേഴ്സൺ. എനിക്ക് അങ്ങനെ താല്പര്യമില്ല. ചിന്തിക്കുക. ചിരിക്കുന്നുണ്ടെങ്കിലും ചിന്തിക്കുക, കർത്താവേ എൻ്റെ ജനറേഷൻ്റെ മുൻപിൽ മാതൃകയാകാൻ പരിശുദ്ധ അമ്മ
വിശുദ്ധ യൗസേപ്പിനെ കുറവുകളോടുകൂടി ഏറ്റെടുക്കാൻ തയ്യാറായതുകൊണ്ടാണ് കാലിത്തൊഴുത്താണെങ്കിലും മതി എന്ന് സമ്മതിക്കാൻ പറ്റിയത്. നമ്മളെ സംബന്ധിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഇവിടെ വന്ന് ഫസ്റ്റ് ജനറേഷനൊക്കെ സൈക്കിളായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? സൈക്കിളായിരുന്നു ഉണ്ടായിരുന്നേ. ഇന്ന് ട്രാഫിക്കിൽ 4 സീറ്ററിലും 7 സീറ്ററിലും ഒക്കെ ഇരിക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരാ. പക്ഷെ എന്നെ ബ്ലോക്കാന്നേ. സൈക്കിൾ ചവിട്ടിയൊന്നും മറന്നു പോകരുത്. ഈ 0-ൽ നിന്ന് ഇത്ര ആയതൊന്നും മറന്നു പോകരുത്. അന്നും ഈ ബലഹീനനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ബലഹീനതയോടുകൂടി, കുറവുകളോടുകൂടി, കുറ്റങ്ങളോടുകൂടി ജീവിത പങ്കാളിയെ, ഈ മനുഷ്യനെ സ്വീകരിക്കാൻ എനിക്ക് സാധിക്കൂ. അതുകൊണ്ടാണ് കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത്. കർത്താവ് എനിക്ക് അതുകൊണ്ടാണ് തന്നിരിക്കുന്നത്. രണ്ടാമത് നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങള്, മറ്റു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമ്മൾ ഓർക്കും ഓരോരുത്തരുടെയൊക്കെ മക്കൾ എന്ത് സ്മാർട്ടാ, എൻ്റേത് മാത്രം എന്താ? മരുമക്കളെ കുറിച്ചുള്ള നമ്മുടെ കോൺസെപ്റ്റ് എന്താ? നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ 2-3 അച്ഛന്മാരെ കണ്ടു. ഇപ്പൊ ജനക്പുരി എന്നൊക്കെ വന്നവർ ജോൺസൺ അച്ഛനോട് പറയും, അച്ഛാ ഇവിടെങ്ങാനും നല്ല പിള്ളേർ വല്ലതും ഉണ്ടെങ്കിൽ. ആർക്കാ? ആഹാ, മെൽവിൻ അത്രയും പ്രായമായോ? അച്ഛൻ ചോദിക്കും. അച്ഛൻ ഇരുന്ന സമയത്ത് അവൻ കുഞ്ഞാ അല്ലെ, സൺഡേ സ്കൂളിൽ കൂടെ ഓടി നടക്കുന്നേ ഉള്ളൂ അത്രേ. അപ്പൊ അച്ഛൻ ചോദിക്കും, എന്താ അമ്മമ്മേ ഡിമാൻഡ്? നമ്മുടെ ഒരു പ്രത്യേകത കേട്ടോ, ഒരു ഡിമാൻഡും പറ, ചുമ്മാ പറയുന്നതല്ലേ, ഒരു ഡിമാൻഡും ഇല്ലെന്ന് നമ്മൾ പറയും. അവസാനം അച്ഛൻ വീണ്ടും ചോദിക്കും, അല്ല എന്നാലും അമ്മമ്മ എന്തോ പ്രൊഫഷൻ എന്തോ വേണ്ടെന്നൊക്കെ ഒന്ന് പറഞ്ഞാട്ട്. അപ്പൊ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയും. അച്ഛൻ ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ട് പോകുന്ന വഴിക്ക് സ്മിത കൊച്ചമ്മ ചോദിക്കും, സ്മിതേ ആ അമ്മാമ്മ പറഞ്ഞതിൻ്റെ തൊട്ട് ആരാണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ആരാന്ന് എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പോൾ സ്മിത കൊച്ചമ്മ ചോദിക്കും, അച്ഛാ എന്തൊക്കെയാ പറഞ്ഞത്? ഇന്നതൊക്കെയാ. അപ്പൊ സ്മിത കൊച്ചമ്മ പറയും, കന്യകമറിയാം, അല്ലാതാരാ? ആന്റി പറഞ്ഞ എല്ലാ കണ്ടീഷൻസും ഉള്ള ഒറ്റയാളെ ഉള്ളു. ആരേ ഉള്ളൂ? നമുക്ക് ആഗ്രഹം കന്യകമറിയാമിനെ മരുമകളായി കിട്ടാനാ. പക്ഷെ ഞാനൊരു യൗസേപ്പിനെ വളർത്തുന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്താഗ്രഹിക്കാൻ പറ്റൂ? ബാല്യം മുതൽക്ക് തന്നെ നോമ്പിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലും കണ്ണുനീരിലും ആരാധനയിലും ചിട്ടയിലും ഞാൻ എൻ്റെ തലമുറയുടെ മുൻപിൽ മാതൃകയാകുകയും അവരെ വളർത്തുകയും പുറമേയുള്ള പുറംപോച്ചുള്ള ഈ ഭക്തിയൊക്കെ ഉണ്ടല്ലോ, മക്കൾക്കിതെല്ലാം അറിയാട്ടോ. മക്കൾക്കിതെല്ലാം അറിയാം. നിങ്ങൾ കാണുന്ന എന്നെയല്ല, അതിലും ഭംഗിയായിട്ട് എന്നെ അറിയുന്ന 2 മക്കൾ എൻ്റെ വീട്ടിലുണ്ട് അല്ലേ? പച്ചയായ എന്നെ അറിയുന്ന 2 ജെൻസീസ് എൻ്റെ വീട്ടിലുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഓർക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും അറിയില്ല എന്ന്. ദേ നോ വെൽ. നമുക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് 3 ലൈഫുണ്ട്. ഒന്ന് നമ്മുടെ പേഴ്സണൽ ലൈഫ്, ഒന്ന് നമ്മുടെ പ്രൈവറ്റ് ലൈഫ്, തേർഡ് നമ്മുടെ പബ്ലിക് ലൈഫ്. എൻ്റെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ പറയും, എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ നിങ്ങൾ ഇടപെടുന്ന എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ. സെക്കൻഡ് വൺ പ്രൈവറ്റ് ലൈഫ്, എൻ്റെ വീടിനകത്ത് അല്ലേ, പ്രൈവറ്റ് ആയിട്ടുള്ള എൻ്റെ സ്പേസിൽ. ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ നമ്മുടെ പ്രൈവറ്റ് സ്പേസിൽ ചെല്ലുന്ന ഉടനെ പറയും, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മൾ പണ്ട് മയൂർ വിഹാറി താമസിച്ചുകൊണ്ടിരുന്നപ്പം ഒരു സാലിയും വർഗീസും ഒക്കെ ഓർമ്മയുണ്ടോ? നമ്മൾ പറയുന്ന ഒന്നും ആരും കേൾക്കാറില്ല. അപ്പം നമ്മൾ വീണ്ടും ചോദിക്കും, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ആ പറ, ഇങ്ങനല്ലേ? ആ പറ, എല്ലാവരും തലയാട്ടുന്നു. ആ പറ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അവൾ ഇന്ന് എന്നെ കണ്ടിട്ടൊന്ന് ചിരിക്കണമല്ലോ? അടുത്ത മീറ്റിംഗ് വരെ നമുക്കൊരു കാരണമായി. എന്ത്? ഇനി അടുത്ത മീറ്റിംഗ്. അപ്പൊ പുള്ളി നമ്മളോട് ചോദിക്കും, നിനക്ക് അങ്ങോട്ട് കയറി മിണ്ടാൻ വയ്യേ? അതിന്റെ ആവശ്യം ഇഡ്ഡലി വാങ്ങിക്കാൻ നേരത്തെ അവൾ എൻ്റെ തൊട്ട് മുന്നിൽ നിൽക്കുക ചായ. എന്നിട്ട് അവൾ എന്നെ കണ്ടിട്ടൊന്ന് വൈ? എനിക്കെന്താ അങ്ങോട്ട് മിണ്ടിയ? ആർക്കാ സമാധാനം വേണ്ടത്? എനിക്ക്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ സമാധാനത്തിന്റെ കസ്റ്റോഡിയൻ ഞാനാണ്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എൻ്റെ മരുമകൾ എന്നോട് ചിരിച്ചില്ല എങ്കിൽ, എനിക്കത് മനസ്സിലായെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? മോനെ ഇന്ന് നേരത്തെ പോണോ? നിനക്ക് ചോറ് കൊണ്ടുപോകണമെന്ന് അങ്ങോട്ട് നമുക്കറിയാം. പോണോന്നും ചോറ് കൊണ്ടുപോകണമെന്ന് അങ്ങോട്ട് കയറി മിണ്ടണം. പള്ളിയിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നി, നമ്മൾ അങ്ങോട്ട് കയറി. അതോടുകൂടി പിണക്കങ്ങൾ അവിടെ അവസാനിക്കുകയാണ്. ബലഹീനതകളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കണം. 3, നമ്മുടെ ജനറേഷനെ നമ്മുടെ വിശ്വാസം പഠിപ്പിക്കണം. ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ പല വിശ്വാസങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവർ ഇവിടെ കാണും. ശരിയല്ലേ? എല്ലാവരും ബോൺ ആൻഡ് ബോട്ട് ഓർത്തഡോക്സ് ചേർച്ചാണോ? അല്ല, ഞാനും അല്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല? ഡോണ്ട് മിക്സ് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് എന്ന് റോഡിൽ എഴുതി വെച്ചിട്ട് വായിച്ചിട്ടുണ്ടോ? ഡോണ്ട് മിക്സ് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. എൻ്റേതും അവൻ്റെ അങ്ങനെ ഒരു വിശ്വാസമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒറ്റ വിശ്വാസമുള്ളൂ, ഞാൻ ആയിരിക്കുന്ന സ്ഥലത്തെ വിശ്വാസം. സ്തുതി ചൊവ്വാക്കപ്പെട്ട
സത്യവിശ്വാസം. ഇപ്പം ഞങ്ങൾ വീട്ടിലിരുന്ന് ഇങ്ങനെ ഈ ബിബ്ലിക്കൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പം ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയുമ്പോൾ എൻ്റെ ഇളയ മോൻ പറയും, വേണ്ട വേണ്ട, സത്യവിശ്വാസികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പുറത്തുനിന്ന് വന്നവർ അഭിപ്രായം പറയണ്ട. അപ്പം എപ്പോഴും അവൻ തമാശയായിട്ട് പറയുന്നതാണ്, ഞാനും എൻ്റെ അപ്പയും കൂടെ സംസാരിക്കുമ്പോൾ, സത്യവിശ്വാസികൾ സംസാരിക്കുമ്പോൾ പുറത്തുനിന്ന് വന്നവർ. അതെന്താ കാര്യം? നമ്മളുടെ വിശ്വാസത്തെ, ഒരു വിശ്വാസവും മോശമായിട്ടല്ല, പക്ഷെ ഞാൻ ആയിരിക്കുന്ന വിശ്വാസത്തെ എൻ്റെ ജനറേഷനിലേക്ക് വെള്ളം ചേർക്കാതെ കൊടുക്കാൻ എനിക്ക് സാധിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയോ? കുഞ്ഞ് അതുമല്ല, കുഞ്ഞ് ഇതും അല്ലാത്ത അവസ്ഥയായി മാറും. കുറച്ച് ആ മിക്സും, ഞാൻ ഒരു ഇതിൻ്റെയും പേര് പറയും, പഠിക്കുന്ന നമ്മൾ MMVS പരീക്ഷ എഴുതുന്നത് എന്തിനു വേണ്ടിയാ? എന്താ? ഞാൻ MMVS പരീക്ഷയുടെ സമയത്ത് കഷ്ടകാലത്തിന് ഒരു ആൻറ്റിയുടെ കൂടെ കാറേ കയറി. എൻ്റെ കഷ്ടകാലത്തിന്, എൻ്റെ സ്വന്തം ആൻറ്റിയാ. പുള്ളിക്കാരി ജോലി കഴിഞ്ഞ് വരികയാണ്, വണ്ടിയിലോട്ട് കയറിയതാ. സ്ഥലത്തെത്തുന്നവരെ ഓൺലൈനായിട്ട് ഒരാളുമായിട്ട് വിളിച്ചിട്ട് ക്വിസ് ഡിസ്കഷനാണ്. അപ്പം അങ്കിളിനോട് ഞാൻ ചോദിച്ചു, അങ്കിൾ ഇത് എന്നും ഇങ്ങനെയാണോ? അപ്പം എന്നോട് പറയാ, എൻ്റെ കൊച്ചമ്മേ, MMVS പരീക്ഷ കഴിഞ്ഞ് എനിക്കാകെ പിന്നെ അങ്ങ് ഡിപ്രഷനാണ്. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ? ഇവള് വണ്ടിയെ കയറുന്ന ഉടനെ അവരാരെയും ഒക്കെ വിളിക്കുന്നു, ഇരമ്യാവും സെഫന്യാവും ഒബേദ്യാവും ഒക്കെ ഞങ്ങളുടെ ഓടി നടക്കും. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഒന്നും പറയാനില്ല. വണ്ടിയിൽ മൂകം, വീട്ടിൽ മൂകം, അല്ലേ? പക്ഷെ ഈ പഠിക്കുന്നത് നല്ലത് തന്നെ. നമ്മുടെ ജനറേഷനിലേക്ക് ഇത് കൊടുക്കാൻ നമ്മളത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം. ഇവിടെയാണ് പരിശുദ്ധ അമ്മ പുത്രനോടൊപ്പമായിരുന്ന സമയത്ത് വീഞ്ഞില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സമൂഹത്തിന്റെ മുൻപിൽ എങ്ങനെയാണ് പുത്രന്റെ മുൻപിൽ പെരുമാറിയത്? മകനെ, അവർക്ക് കുറവുണ്ട് എന്ന് പറയുക ചെയ്തത്. എന്നാൽ ഇന്ന് ലഞ്ച് വിളമ്പുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സാധനം കുറഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്? എന്തൊക്കെയായിരുന്നു പറഞ്ഞത്, അങ്ങോട്ട് ചെന്നാൽ മതി. നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ചെന്നിട്ട് രണ്ടാമത് ചോദിച്ചപ്പോൾ ഇച്ചിരി അവിയൽ തരാൻ പറ. ആഹാ, ഇല്ലായിരുന്നു. എന്നാൽ മറ്റുള്ളവരുടെ ഇല്ലായ്മകളും വല്ലായ്മകളും എത്ര ജനറേഷൻ കഴിഞ്ഞാലും എന്തെല്ലാം കേട്ടാലും നമ്മളിൽ നിന്ന് വേറൊരാൾ അറിയാൻ പാടില്ല. പണ്ട് ഗോസിപ്പിംഗ് ആയിരുന്നു. മതിലിൻ്റെ അടുത്തൊക്കെ നിന്ന് ഒരമ്മച്ചിയോട് കാര്യം പറയുമായിരുന്നു. ഇപ്പം നമ്മൾ എന്താ ചെയ്യുക? പറന്ന് വീട്ടിലോട്ട് ചെല്ലും, ഫോൺ എടുക്കും, നമുക്ക് വേണ്ട ആള്. നീ അറിഞ്ഞായിരുന്നോ ഇന്ന് നോയിഡായി പോയിട്ട് വന്നവരേ? എന്നിട്ട് ലാസ്റ്റ് നമ്മളൊരു ഡയലോഗും കൂടെ, നിന്നോടായതുകൊണ്ട് ഞാൻ പറയുക, നീയായിട്ട് ഇനി ഇതാരോടും, ഇനി ഞാനാ പറഞ്ഞതെങ്ങും പറഞ്ഞേക്കല്ലേ. വന്നതും നിന്നതും കേട്ടതും റിപ്പൻറ്റ് ചെയ്തതും എല്ലാം വെറുതെ. അത് പറയുന്നത് വരെ മനസ്സിനകത്തിരുന്ന് എന്തോ ഇവിടെ ഇരുന്ന് എന്തോ ഒരു ഭാരമാണ്, അല്ലേ? ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറന്നാലേ എൻ്റെ ഭാരം. സ്വന്തം കാര്യം പറയുമോ? നമ്മൾ മറ്റുള്ളവരുടെ മാനത്തിന് വില കൊടുക്കാതിരുന്നാൽ കർത്താവ് നമുക്ക് കുത്തിയിരുന്ന് കരയാനുള്ള, രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരും. നമ്മൾ മറ്റുള്ളവന്റെ കുഞ്ഞുങ്ങളുടെ കുറവുകളെ 4 പേരെ അറിയിച്ചാൽ നീയും രഹസ്യത്തിലിരുന്ന് കരയാൻ. അത്താ തിരുമേനി ഇന്ന് രാവിലെ പ്രസംഗത്തിൽ പറഞ്ഞത്, നിന്റെ വായിൽ നിന്ന് പോകുന്ന വാക്കുകളെ നിനക്ക് പറ്റുന്നില്ല എങ്കിൽ നീയും അത് ഓർത്ത് കുമ്പിട്ടിരുന്ന് കരയാൻ. കർമ്മ നെവർ ഫോർഗെറ്റ് ഇറ്റ് അഡ്രസ്. കർമ്മഫലത്തിന് ഒരിക്കലും അഡ്രസ്സ് പറ്റത്തില്ല. അത് കറങ്ങി എവിടെ തന്നെ വരും. പറയുമ്പോൾ എന്നോട് ഇഷ്ടക്കേട് തോന്നും. പക്ഷെ പ്രിയപ്പെട്ട അമ്മമാരെ, ഇവിടെയെല്ലാം നമ്മൾ എന്തു കാണിക്കണം? സാമർഥ്യം കാണിക്കണം. ശത്രുവിനെ തകർക്കാൻ ഒരമ്മയോളം ശക്തിയുള്ള ആരുമില്ല. ന്യായാധിപന്മാരുടെ പുസ്തകത്തില് ശക്തരായ 2 സ്ത്രീകളെ കാണാം. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിലെ ശക്തയായ സ്ത്രീ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ദെബോര. നമ്മൾ ദെബോരയെ കുറിച്ച് എപ്പോഴും സംസാരിക്കും. പക്ഷേ ദെബോര ഇസ്രായേലിന് ന്യായപാലനം ചെയ്തുകൊണ്ടിരുന്ന കാലത്ത്, ദെബോരയോടൊപ്പം, അത് യാബീൻ എന്നൊരു രാജാവ് ഭരിച്ചിരുന്ന കാലത്ത്, സീസറ എന്ന സൈന്യാധിപൻ വല്ലാതെ ജനങ്ങളെ പീഡിപ്പിച്ചിരുന്ന കാലത്ത് ദെബോരയോട് ബാരൂക്ക് പറയുകയാണ്, ഞാൻ നിന്നോടൊപ്പം വരാം, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാം. ദെബോര അന്നേരം ഒരു പ്രൊഫസി പറയുന്നുണ്ട്, നീ എന്നോടൊപ്പം പോരൂ, നീ യുദ്ധം ചെയ്തോ, പക്ഷെ ക്രെഡിറ്റ് നിനക്ക് കിട്ടത്തില്ല. ആ ക്രെഡിറ്റ് വിൽ ഗോസ് ടു എ ലേഡി. ആ ലേഡിക്ക് ക്രെഡിറ്റ് പോത്തുള്ളൂ. ഈ ജനം മുഴുവൻ, ഈ മല്ലന്മാരായ യോദ്ധാക്കന്മാർ മുഴുവൻ വിചാരിച്ചിട്ട് തോൽപ്പിക്കാൻ പറ്റാത്ത ആ സൈന്യത്തെ ഒരു സ്ത്രീ തോൽപ്പിക്കുമെന്നാണ് പറയുന്നത്. ബാരൂക്ക് യുദ്ധക്കളത്തിലേക്ക് പോകുകയാണ്. ബാരൂക്ക് യുദ്ധം ചെയ്യുകയാണ്.
മറ്റ് യാബീന്റെ സൈന്യം തോറ്റോണ്ടിരിക്കുകയാണ്. യാബീന്റെ സൈന്യം തോക്കുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ സീസറെ തന്റെ രഥത്തിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഓടി ഓടി സീസറെ കാൽനടയായിട്ട് ഒരു വീട്ടുവാതിൽക്കൽ ചെന്ന് നിൽക്കുകയാണ്. ആ വീട് യായേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീടാ. അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ അകത്തോട്ട് കയറിക്കോട്ടെ. ശത്രു രാജ്യത്തിന്റെ സൈന്യാധിപനാണെങ്കിലും യായേൽ പറഞ്ഞു, പോര്, അകത്തേക്ക് വാ. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവളോട് പറഞ്ഞു, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് ആരോടും പറയരുത്. അവൾ പറഞ്ഞു, ഇല്ല. അടുത്തത് പറയാണ്, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരുവോ? അതിന് മറുപടിയായിട്ട് അവൾ അവനെ ഒരു പരവതാനി കൊണ്ട് പൊതിഞ്ഞു. ചോദിച്ചതിനേക്കാൾ കൂടുതൽ ഓഫർ അല്ലെ, ചോദിച്ചതിനേക്കാൾ കൂടുതൽ ഓഫർ. പരവതാനി കൊണ്ട് പൊതിഞ്ഞു. വെള്ളം ചോദിച്ചവന് പാൽ തുരുത്തിയിൽ നിന്ന് പാൽ കൊടുത്തു. ഈ സീസറെ പൂർണ്ണമായും ഈ ജായേൽ എന്ന് പറയുന്ന സ്ത്രീയെ വിശ്വസിക്കുകയാണ്. ജായേലിനെ വിശ്വസിച്ച് ഇവൻ അവിടെ കിടന്നുറങ്ങുകയാണ്. അവിടെ കിടന്നുറങ്ങിയ സമയത്ത് കൂടാരത്തിന്റെ കുറ്റി ഊരി ജായേൽ എന്ന് പറയുന്ന സ്ത്രീ സീസറെ എന്ന് പറയുന്ന മല്ലനായ സൈന്യാധിപന്റെ ഉച്ചിയിൽ ചുറ്റിക വെച്ച് അടിച്ച് മല്ലനായ ഒരു സൈന്യാധിപനെ അവിടെ വീഴ്ത്തുകയാണ്. പ്രിയമുള്ളവരെ, ആ രാജ്യത്തെ മുഴുവൻ മിടുക്കന്മാരായ യോദ്ധാക്കൾ എത്രയോ നാളായിട്ട് ഈ സീസറയെ തോൽപ്പിക്കാൻ നടക്കുകയാണ്. പക്ഷെ ഒരു സ്ത്രീ ശത്രുവിനെ തന്ത്രപൂർവ്വം തന്റെ വീടിനകത്ത് കയറിയ ശത്രുവിനെ ടെന്റിന്റെ കുറ്റിയൂരി ചുറ്റിക വെച്ച് ഉച്ചിയിൽ അടിച്ച് കൊന്നിട്ട് സൈന്യത്തെ വിളിച്ച് പറയാണ്, വരിക, നിങ്ങൾ അന്വേഷിക്കുന്നവനെ ഞാൻ ഇവിടെ കൊന്നിട്ടിട്ടുണ്ട് എന്ന്. ഇതാണ് ഒരു സ്ത്രീയുടെ ശക്തി അല്ലെ. മല്ലന്മാരായ മിടുക്കന്മാരായ പലരും തോറ്റുപോകുന്നിടത്ത് കണ്ണുനീരുകൊണ്ട് സാധിക്കുന്നവരാണ് നമ്മള്. അപ്പം നേരത്തെ നമ്മൾ കേട്ടു, അച്ഛനാണെന്ന് തോന്നുന്നു പറഞ്ഞത് സ്ത്രീകളുടെ പ്രാർത്ഥനയെ കുറിച്ച്. അപ്പം ഞാൻ പെട്ടെന്ന് ഓർക്കുമായിരുന്നേ, വേദപുസ്തകത്തിലെ, നിങ്ങള് പുരുഷന്മാരെ ക്ഷമിക്കണേ, വേദപുസ്തകത്തില് പുരുഷന്മാരെല്ലാം മലമുകളിലേക്ക് ചെന്നു. മോശ, ഏലിയാവ്, ഇവരെല്ലാം എവിടോട്ട് പോയി ദൈവത്തിന്റെ സാന്നിധ്യത്തിന്? ഹാഗാർ കരഞ്ഞു, അവിടെ ഇറങ്ങി വന്നു ദൈവം. വേദപുസ്തകത്തിൽ അനേക സ്ത്രീകൾ കരയുന്നിടത്ത് ഇറങ്ങി വരുന്ന ദൈവത്തെ കാണാൻ സാധിക്കും അല്ലേ. നമ്മൾ അമ്മമാർക്ക് അങ്ങനെ ഒരു പവറുണ്ട്. കരഞ്ഞ് 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 ദൈവസന്നിധിയിൽ കണ്ണുനീര് അവന്റെ തുരുത്തി നിറച്ച് ശത്രുവിനെ തോൽപ്പിക്കുന്ന ജായേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പോലെ നമ്മളും നമ്മുടെ ജനറേഷനെ റീസ്റ്റോർ ചെയ്യണം, കരയണം. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ശത്രുവിനെ നശിപ്പിക്കാൻ ആദ്യം ശത്രു ആരെന്ന് മനസ്സിലാക്കണം. യോന പ്രവാചകന്റെ പുസ്തകത്തില്, യോന പ്രവാചകൻ 4-ാം അധ്യായത്തില്, യോന പ്രവാചകൻ നിനവേയുടെ നാശം കാണാനായിട്ട് നോക്കിയിരിക്കുന്ന സമയത്ത് ഒരാവണക്കിന്റെ ചുവട്ടിലാണ് ഇരിക്കുന്നത്. ആവണക്ക് അവന് തണലായിരുന്നു എന്ന വേദപുസ്തകം പറയുന്നത്. പക്ഷെ യോന അറിഞ്ഞില്ല ഒരു പുഴു ആവണക്കിലേക്ക് കയറിയത്. യോന അറിഞ്ഞില്ല പുഴു ആവണക്കിനെ കുത്തിയത്. യോന അറിഞ്ഞില്ല ആവണക്കിന് വാട്ടം തട്ടിയത്. യോന അറിഞ്ഞില്ല ആവണക്കുണങ്ങി തുടങ്ങിയത്. അവനറിഞ്ഞു ഉച്ചിയിൽ വെയിൽ അടിച്ചത്. പ്രിയമുള്ള അമ്മമാരെ, നമ്മളുടെ വീട്ടിലും പലപ്പോഴും ശത്രു കയറുന്ന വഴി നമ്മൾ അറിയുന്നില്ല. ചെറിയ ചെറിയ ഹാബിറ്റിൽ കൂടിയാണ്, ചില ചെറിയ ചെറിയ കോംപ്രമൈസിൽ കൂടിയാണ് ശത്രു നമ്മുടെ വീട്ടിനകത്ത് കയറുന്നത്. കുഞ്ഞുങ്ങൾ ട്യൂഷൻ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ, നിങ്ങളങ്ങ് പ്രാർത്ഥിര്, നിങ്ങളങ്ങ് കുടുംബ പ്രാർത്ഥന സിംഗിൾ സോങ്ങും സിംഗിൾ ഇവന്റും ആയിട്ട് മാറും. ഇങ്ങനെ ചെറിയ ചെറിയ ഗ്യാപ്പിൽ കൂടെയാണ് ആര് കയറുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഫോൺ വന്നാൽ നമ്മൾ ഉടനെ എന്ത് ചെയ്യും? ഹലോ, അതുവഴി നമ്മളങ്ങ്, എന്നാൽ നമ്മുടെ ബോസാ വിളിക്കുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ ഇട്ടേച്ച് പോവോ? സാറേ അവിടെ നിൽക്കുക, ഞാനിപ്പോൾ വരാമെന്ന് പറയോ? നമ്മളറിയുന്നില്ല, കുഞ്ഞിൻ്റെ മുൻപിൽ നമ്മൾ മാതൃകയില്ലാത്തവരാകുകയാണ്. നമ്മൾ പരസ്പരം വഴക്കിടുമ്പോൾ പതുക്കെ വല്ലതും ആണോ പറയുന്നത്? സ്നേഹത്തിലിരിക്കുമ്പോൾ നമ്മൾ എങ്ങനാ ഒന്ന് പോന്നേ അല്ലേ? ഇത്ര സ്വീറ്റാ. ദേഷ്യം വരുമ്പോഴോ ആ വീട് മൊത്തം. അപ്പം നമ്മളോട് വീട്ടിലുള്ളവർ പറയും, നീ കിടന്ന് അലയ്ക്കാതെ ഇവിടെ കിടക്കുന്ന, ഇവിടെ അടുത്തുള്ളവരെല്ലാം. അതെന്തുകൊണ്ടാ? ഹൃദയങ്ങൾ തമ്മിൽ അകന്നിരിക്കുന്നത് കൊണ്ടാണ് ഉറക്കെ നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ഉറക്കെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാ? ഹൃദയങ്ങൾ തമ്മിൽ അകന്നിരിക്കുന്നതുകൊണ്ടാ. ഇത് നമ്മുടെ മക്കൾ കണ്ടോണ്ടിരിക്കുക. അവരും എന്ത് ചെയ്യും? അവരും ഓരോ ഫെൻസ് ഉണ്ടാക്കും നമ്മളിൽ നിന്ന്. അവരും മാറി നമ്മളിൽ നിന്ന് അകലും. അപ്പോൾ പലപ്പോഴും ശത്രുവിനെ തോൽപ്പിക്കാൻ
ശത്രുവിനെ കണ്ടെത്താൻ എൻ്റെ ഓരോ വീട്ടിലെയും പ്രശ്നം ഓരോന്നാ, ഓരോ വീട്ടിലെയും സങ്കടങ്ങൾ ഓരോന്നാ. ഈ എൻ്റെ ശത്രുവിനെ നശിപ്പിക്കാൻ, എൻ്റെ വീട്ടിലെ ശത്രുവിനെ നശിപ്പിക്കാൻ, കണ്ണുനീരുകൊണ്ട് പൊരുതാൻ, വിവേകത്തോടുകൂടി പെരുമാറാൻ, ചിലയിടത്തൊക്കെ ഒന്ന് വിട്ടുകൊടുക്കാൻ, ചിലയിടത്തൊക്കെ ഒന്ന് മാറിക്കൊടുക്കാൻ ഒരമ്മയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചാൽ, യായേലിനെ പോലെ ശത്രുവിൻ്റെ ഉച്ചിയിൽ ചുറ്റിക കൊണ്ട് അടിച്ചതുപോലെ ശത്രുവിനെ നശിപ്പിക്കാൻ ഒരമ്മയുടെ ധൈര്യത്തിന് സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മളെല്ലാം നല്ല അമ്മമാരായി തീരുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാം സമയം എങ്ങനെ കാറ്റ് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി. ഓക്കെ, രണ്ടാമതായിട്ട് മറ്റ് ചില നമ്മുടെ ഏറ്റവും വലിയ സങ്കടങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ ശത്രു രണ്ടാമത്തെ ആരാന്നറിയോ? നമ്മുടെ തോട്ട്സ് തന്നെയാ. നമ്മളെ നശിപ്പിക്കാൻ ആർക്കാ ഏറ്റവും കൂടുതൽ സാധിക്കുന്നതെന്നറിയോ? ആർക്കാ? നമുക്ക് തന്നെയാ. നമ്മുടെ ഷിപ്പ് സിങ്ക് ചെയ്യുന്ന എപ്പോഴാന്നറിയോ? നമ്മുടെ ഷിപ്പ് സിങ്ക് ചെയ്യുന്ന എപ്പോഴാ? വെള്ളം ഷിപ്പിനകത്ത് കയറുമ്പോഴാ. പലപ്പോഴും നിരാശയാണ് നമ്മളെ തോൽപ്പിക്കുന്നത്. നിരാശ, എൻ്റെ ജീവിതത്തിലെ നിരാശ എന്നെ തോൽപ്പിച്ചു കളയരുത്. ഈ കാലഘട്ടത്തിൽ എല്ലാം ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവിനെതിരെയുള്ള ഏറ്റവും വലിയ പാപം എന്താണെന്നറിയോ? എന്താണ്? നിരാശ. ഡിപ്രഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ശരിക്കും എന്തിൻ്റെ പേരിലാണ് ഡിപ്രഷൻ? ഇപ്പം മറ്റുള്ളവർ നോക്കുമ്പോൾ നമുക്കെല്ലാം ഉണ്ടല്ലേ? മറ്റുള്ളവർ നോക്കുമ്പോൾ നമുക്ക് എല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മളെക്കാൾ കൂടുതൽ ആർക്കെങ്കിലും ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായി മാറും? നിരാശക്കാരായി മാറും. പെട്ടെന്ന് പ്രാർത്ഥനയിൽ ദൈവത്തോട് കണക്ക് പറയൽ ആരംഭിക്കും. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് കണക്ക് പറയുന്നവരാവും. ദൈവത്തോട് കണക്ക് പറയുന്ന പ്രാർത്ഥന. അതിന് കാരണം എന്താണെന്നറിയോ? നമ്മളിൽ കൂടുതൽ പേരും ജീവിക്കുന്നത് ഇന്നലകളിലാണ്. അന്നങ്ങ് നാട്ടിൽ പോയാ പറ, മതിയായിരുന്നു. ഈ ഡൽഹി നിന്ന സമയത്ത് വല്ല അബുദാബിക്കും പോയാ ആകെ ആശ്വാസം, ഇപ്പം അവിടെ ബോംബ് പറ. കാരണം നമ്മൾ ഇന്നുള്ളതിൽ തൃപ്തരല്ല. വേറെ നമ്മുടെ ടെൻഷൻസ് എന്താണെന്നറിയോ? നാളെ എന്തായിത്തീരും? എൻ്റെ നാളകൾ ഇന്നിൽ ജീവിക്കാൻ എനിക്ക് സാധിക്കണം. ഇന്നിൽ ക്ഷമയോടെ ജീവിക്കാൻ എനിക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് ജായേലിനെ പോലെ ശത്രുവിനെ തകർക്കാൻ നമുക്ക് സാധിക്കുക.